പിന്നെ അവിടെ ഇപ്പോൾ പറയില്ലേ അത് തമിഴിലാണ് സുഖം മലയാളത്തിലേക്കാണ്, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പിന്നെയും കുറച്ചുകൂടി കംഫർട്ടബിൾ മലയാളത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ തമിഴ് പല പടങ്ങളും വലിയ ഹിറ്റായി കഴിഞ്ഞിട്ടും തമിഴ്നാട്ടിൽ പോയിട്ട് കുറച്ച് PR വർക്കും അവിടെ കുറച്ചൊക്കെ നിൽക്കുകയും അവിടെ കുറച്ച് ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങൾ, കോമഡിക്ക് അവിടെ ഇച്ചിരി ഭാഷ സ്ലാങ്ങൊക്കെ നോക്കും, ഇച്ചിരി അതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. അങ്ങനെയുള്ളൊരു ശ്രമമൊന്നും ഞാൻ നടത്തിയില്ല. കാരണം ഞാൻ ഇവിടെ തന്നെ അത്യാവശ്യം ബിസിയായിട്ട് നമുക്ക് കുറേ വർക്കുകൾ വന്നതുകൊണ്ട് അങ്ങനെ പോയില്ല എന്നുള്ളൂ. പ്രൊഡക്ഷനിലേക്ക് വന്നായിരുന്നു, പ്രൊഡ്യൂസർ ആയിരുന്നു, അത്തരം രീതിയിലേക്ക് വേണം ഡയറക്റ്റ് ചെയ്ത് പടം. അതാ പറഞ്ഞത്. പിന്നെ ഡയറക്ഷനിലേക്ക് വന്നായിരുന്നു, അഭിനയം, പ്രൊഡക്ഷൻ എല്ലാം പഠിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്തത്? അല്ല, അതെന്താ വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് നമ്മളെ സ്വയം നമുക്ക് തന്നെ ഒരു റീഫ്രഷ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു രംഗത്ത് നിൽക്കുമ്പോൾ അതിനകത്ത് നിന്നിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയങ്ങളും കൂടെ ചെയ്യാനുള്ളൊരു താല്പര്യം എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് അഭിനയിക്കുന്നതിനേക്കാൾ എനിക്ക് കൂടുതൽ കുട്ടിക്കാലത്തൊക്കെ ആഗ്രഹം സംവിധാനം ചെയ്യുന്നത്. അതൊട്ട് എനിക്കൊക്കെ അറിയാം. കാരണം ഞങ്ങളുടെ സ്കിറ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ സ്കിറ്റുകൾക്കകത്തുള്ള ചില കാര്യങ്ങളും ഡയറക്ഷനും മറ്റു കാര്യങ്ങളും അതുപോലെ തന്നെ അതിങ്ങനെ ചെയ്യണം, അങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ കൂട്ടുകാരായിട്ടൊക്കെ ഞങ്ങൾ ചില തമാശകളൊക്കെ പറയുന്ന സമയത്ത് ടിനി പറഞ്ഞിട്ടുണ്ട്, നിനക്ക് നീ സംവിധാനം ചെയ്യും കേട്ടോ, നീ പടം ചെയ്യുമെന്ന് പറഞ്ഞു. അതൊന്നും അന്നേരമൊന്നും അതേപ്പറ്റിയൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്കിറ്റുകൾക്കകത്താണെങ്കിലും അതുപോലെ ഈ സ്പെഷ്യൽ ഷോകളൊക്കെ വരും ഞങ്ങളൊന്നിച്ച് ഏതെങ്കിലുമൊക്കെ ഒരു ചാനലിൻ്റെ, ഈ അമൃതയുടെയോ അല്ലെങ്കിൽ എല്ലാ പ്രോഗ്രാമിൻ്റെയും, ഏഷ്യാനെറ്റ് എല്ലാ ചാനലുകളും, സൂര്യ, അങ്ങനെയൊക്കെ ഏത് ഫെസ്റ്റിവലുണ്ടോ ആ സമയത്ത് ഞങ്ങളുടെ സ്പെഷ്യൽ എന്തെങ്കിലും സംഭവം കാണും. അപ്പോൾ അതെല്ലാം ഞങ്ങൾ തന്നെ സ്ക്രിപ്റ്റ് എഴുതി ഞങ്ങൾ തന്നെ. ടിനി സ്ക്രിപ്റ്റിൻ്റെ കുറേ ചവറ് പെറുക്കി കൊണ്ടു കൊടുക്കും, പുള്ളി കറക്റ്റ് അത് ഒരു അടുക്കി നെല്ലും പതിരും തിരിച്ച് അതിൽ ആരൊക്കെ വേണം എന്തൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണല്ലോ നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ പഠിച്ചു വരുന്നത്. ഇവന്റെ ബുദ്ധി എൻ്റെ ശക്തി അതാണ്. അതെ. ഞാൻ പുറത്തൊക്കെ പോയി ആളെ കൊണ്ടുവന്ന് മറ്റേ കോമഡിയൊക്കെ കൊണ്ടിരുന്ന് കൊടുക്കും. പുള്ളി തലയിൽ വെച്ചിട്ട് സ്ക്രാപ്പ് പോലെ കൊണ്ടുവന്ന് കൊടുക്കും. പുള്ളി അവിടെ ഇരുന്ന് അടിച്ച് സാധനം ഉണ്ടാക്കും. ഇടയ്ക്ക് ഈ ശക്തി കുറയ്ക്കാൻ ഞാൻ ബുദ്ധി പ്രയോഗിക്കേണ്ടി വരുമെന്ന്. സ്വർണ്ണപ്പണിക്കാരനാ, അതാണ് ആ പേര് വന്നത് 916. അല്ല, അത് പറഞ്ഞ പോലെ അതെല്ലാ മേഖലയും പഠിച്ചത് നന്നായിട്ടുണ്ടോ? അല്ല, പഠിക്കാൻ വേണ്ടിയിട്ടാണോന്നൊന്നുമല്ല. നമുക്കിപ്പം ഇനിയിപ്പോൾ അല്ല ഡയറക്ഷന് സിനിമയിൽ റോളുകൾ വളരെ കുറഞ്ഞു, നമുക്ക് വീണ്ടും അടുത്ത് തന്നെ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇപ്പോഴും ഉണ്ട്. ആഗ്രഹങ്ങൾ അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ആ ഒരു ആഗ്രഹവും തീയും ഒന്നും ഒട്ടും കുറഞ്ഞിട്ടില്ല. ഉന്മേഷം ഉഷാറുണ്ടല്ലോ, കൊതി എന്ന് പറയുന്ന സാധനം അതുണ്ട്. പിന്നെ ഇപ്പോൾ ആഗ്രഹം ശരിക്കും നല്ല സുഖം എന്താണെന്ന് വെച്ചാൽ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുന്നു സിനിമയിൽ. കാരണം സംവിധാനത്തിലേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ ഈ ഫിഗറൊക്കെ അങ്ങ് മാറും. 4 പ്രാവശ്യം വെയിൽ കൊണ്ട് കഴിയുമ്പോൾ വേറെ റൂട്ടായി പോകും നമ്മൾ. അപ്പോൾ അങ്ങനെയുള്ള ശാരീരികമായിട്ടുള്ളൊരു അധ്വാനം കുറച്ച് കൂടുതൽ വരുമ്പോൾ അതിൻ്റെതായ ചില ടെൻഷൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ ടിനിയോടുള്ള എന്തെങ്കിലും ഉപദേശം നടത്തിയിട്ടുണ്ട്? ഞാൻ എന്നും ഉപദേശിക്കാറുണ്ട്. എന്തെങ്കിലും ഉപദേശം എന്നുള്ളതല്ലല്ലോ. പക്ഷെ ടിനി സതുദ്ദേശത്തോടു കൂടി പറയുന്ന പല കാര്യങ്ങൾ, ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാവണം അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളി അത് ചെയ്യുന്ന അല്ലെങ്കിൽ ഉപദ്രവിക്കണം എന്ന് വിചാരിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ എന്താ പറയുന്നത്, തുറന്ന് സംസാരിക്കുന്ന ചില ആളുകൾ തുറന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ചിലപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇഷ്ടമാവില്ല, പിന്നെ ചിലപ്പോൾ അത് ഇഷ്ടമാവും. അതിപ്പോൾ ഓൾറെഡി തന്നെ എനിക്ക് തോന്നുന്നത് പ്രേക്ഷകർക്കൊക്കെ ടിനിയെ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ സൗഹൃദം അതുപോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരാൾ. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് അവരവരുടെ മേഖലയിൽ ഏറ്റവും നന്നായി ഇരിക്കാനും ആ ഒരു ഇതിൽ ഉന്മേഷമായിട്ടിരിക്കാനും അല്ലേ നമ്മളെല്ലാവരും നോക്കും. അപ്പോൾ ആ ഒരു തീ ആർക്കും, ഞങ്ങൾക്ക് 2 പേർക്കും കിട്ടിയിട്ടില്ല, അങ്ങേക്കുമില്ല. ഇദ്ദേഹം ആണെങ്കിൽ ഇപ്പോൾ ഞങ്ങളെക്കാൾ കൂടുതൽ തീയിലാണ് നിൽക്കുന്നത് ആ ഉന്മേഷത്തിൽ. കാരണം ആദ്യത്തെ പടത്തിൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നതും ആ സിനിമ പ്രേക്ഷകരിലേക്ക് വന്നിട്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ പോലും ഫുൾ ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കും, അത്രേ ഉള്ളൂ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.